ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് വിനോയ് ബാലകൃഷ്ണൻ. നമ്മളൊരു കംപ്ലീറ്റ് വാട്ടർ പ്രൂഫിംഗ് ചെയ്തൊരു സൈറ്റിലായിരുന്നുള്ളത്. നമ്മളിവിടെ ബേസ്മെന്റ്, ഷോ വാൾസ്, പിന്നെ ടെറസ്, ബാത്റൂം, ഇൻസൈഡ് ബേസ്മെന്റ്, ഇത്രയും പ്രോസസ്സാണ് ഈ പ്രൊജക്റ്റിൽ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഒരു കൺസ്ട്രക്ഷൻ പ്രൊട്ടക്ഷൻ ഫോർമുലയാണ്. ഇത് ഓരോന്നും എന്താണ്, അതിന്റെ പ്രസക്തി എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മളൊരു കൺസ്ട്രക്ഷന്റെ ടൈമിൽ നമ്മളെ ഇൻസൈഡ് ബെൽറ്റ് വാട്ടർ പ്രൂഫ് ചെയ്യണം. കാപ്പിലറി റിയാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ബെൽറ്റ്, അതിന് എനിക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, ഓൾറെഡി ഡൺ ആണ്. ഇത് എക്സ്റ്റീരിയർ ബേസ്മെന്റ് എന്നാ ഇതിന് പറയാം. ഇതിന്റെ മെയിൻ ഉദ്ദേശം പാവിംഗ് സ്റ്റോണിൽ വീണിട്ട് ഇവിടെ ഹിറ്റ് വരുന്ന വെള്ളം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് എൻ്റെ വീടിന് നമ്മൾ ചുറ്റും ഈ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഷോ വാൾസ്, പ്രൊജക്ഷൻസ് വാളിലേക്ക് റെയിന് ഡയറക്റ്റ് ഹിറ്റ് വരുന്ന ഷോ വാൾസ് ആണ് സെക്കൻഡ് പ്രോസസ്സ് നമ്മൾ ചെയ്തിട്ടില്ല. ഷോ വാൾസിൽ ഇത് 4 ലെയർ കോട്ടിംഗ് ആണ്. അതായത് ഇതിലേക്ക് ഒരു മെഷ് വന്നു 45 GSM-ന്റെ. അത് ബോണ്ടിങ് ഏജന്റ് വെച്ചിട്ട് ആ മെഷ് ഫിക്സ് ചെയ്തു. അതിന്റെ മേലെ 2 ലെയർ പോളിമർ കോട്ടിംഗ് ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 2 mm തിക്നെസ്സിലെ ഒരു മെംബ്രെയിൻ ഫോം ആയി. ഈ പറയുന്ന പെർട്ടിക്കുലർ വാള് കംപ്ലീറ്റ് 2 mm തിക്നെസ്സിൽ ഒരു മെംബ്രെയിനിൽ പ്രൊട്ടക്ഷൻ വന്നു. ഫ്യൂച്ചറിൽ ഡയറക്റ്റ് റെയിൻ ഹിറ്റ് ആകുമ്പോൾ ക്രാക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ ഈ വീടിന്റെ എല്ലാ പ്രൊജക്ഷൻ വാളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൂന്നാമത്തെ പ്രോസസ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇൻസൈഡ് ബേസ്മെന്റ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് പുട്ടിയിടുന്ന വാളിലേക്ക് ഈ പറയുന്ന ടൈൽ ലേയിങ് ഏരിയ മുതൽ ഇവിടത്തേക്ക് 2 feet ഹൈറ്റിലെ ഓവറോൾ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്താന്ന് പറഞ്ഞാൽ അഥവാ കാപ്പിലറി റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അടിയിൽ നിന്ന് വെള്ളം പൊന്തി ഈ കല്ലിലേക്ക് അബ്സോർപ്ഷൻ വന്നാൽ ഇതൊരു 1 mm തിക്നെസ്സിലെ മെംബ്രെയിൻ ആണ്. ഈ മെംബ്രെയിൻ എലാസ്റ്റിസിറ്റി ഉണ്ടാവും. നമ്മൾ വിസിബിളി തൊട്ട് കഴിഞ്ഞാൽ ഒരു 1 mm തിക്നെസ് ഫീൽ ചെയ്യില്ല, കാരണം പെനിട്രേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പെയിന്റിലേക്ക് പൊളിഞ്ഞു വരുന്നതിന് വരെ ഒരു ഷീൽഡ് പ്രൊട്ടക്ഷൻ വരും വാളിന്. കറക്റ്റ് കെമിക്കൽ കോമ്പിനേഷനിൽ കറക്റ്റ് സെറ്റിംഗ് ടൈമിൽ വേണം ഈ 2 ലെയർ ആപ്ലിക്കേഷൻ. ഇല്ലെങ്കിൽ ഇതൊരു പെയിന്റ് പോലെയാണ് ആക്ട് ചെയ്യുക. ഇതിന് മെംബ്രെയിന് എലാസ്റ്റിസിറ്റി കപ്പാസിറ്റി ഉണ്ടാവില്ല, ഈ പറയുന്ന കാപ്പിലറി റിയാക്ഷൻ ഹോൾഡ് ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ അപ്ലിക്കേഷൻ ഈസ് ദ മേജർ തിങ്. നമ്മൾ അറിയാത്ത കെമിക്കൽ വാങ്ങിയിട്ട് അറിയാതെ അപ്ലൈ ചെയ്താൽ കെമിക്കലും വേസ്റ്റ്, നമ്മൾ അപ്ലൈ ചെയ്ത ലേബറും വേസ്റ്റ് ആയിപ്പോ. ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വന്നാൽ നമ്മൾ ഈ മെംബ്രെയിൻ അടിച്ച് ഫോം ചെയ്യുന്ന കറക്റ്റ് ഫോർമുലേഷനിലാവണം. നമ്മളിപ്പോ 2K ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ലേ, അപ്പൊ അതിന്റെ പൗഡറും ലിക്വിഡും കറക്റ്റ് പ്രൊപ്പോർഷനിൽ ബ്ലെൻഡ് ആയിട്ട് നമ്മൾ കറക്റ്റ് പ്രൊപ്പോർഷനിൽ, അതായത് എത്രയാണോ അതിന്റെ ഏരിയ കവറേജ് പറഞ്ഞിരിക്കുന്നത് ആ ഏരിയ കവറേജ് മാത്രം യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോമിന്റെ ലെയറിന് വാട്ടർ പ്രൂഫിംഗ് കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആ ലെയറിന്റെ മേലെ നമ്മൾ ഹെവി സ്ലാബ് ഒട്ടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സ്ലാബ് പറഞ്ഞു വരാനോ അല്ലെങ്കിൽ മുട്ടി കഴിഞ്ഞാൽ ഒച്ച വരാനോ ചാൻസസ് കൂടുതലാണ്. വാട്ടർ പ്രൂഫ്ഡ് സർഫേസിൽ എപ്പോഴും ഹെവി ഡ്യൂട്ടി ഗം യൂസ് ചെയ്യുക. കാരണം ഈ പ്രതലത്തിന് സിമെന്റേഷ്യസ് സർഫേസ് ആയതുകൊണ്ട് നല്ല വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഈ ബിഗ് സ്ലാബ് ഇട്ട് അതിൽ ഗമ്മിന്റെ കപ്പാസിറ്റി വേണം പിടിച്ചു നിർത്താൻ. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കണ്ടേ, ഇവിടെ ചുമരിലാണ് ഗം ഒട്ടിക്കുന്നുണ്ടെങ്കിൽ, ടൈൽ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മെംബ്രെയിന്റെ പുറത്താണ് ടൈൽ ഒട്ടിക്കുന്നത്. അപ്പം ഈ മെംബ്രെയിൻ ചുമരുമായിട്ട് അത്രയും ബ്ലെൻഡ് ആയി ഉറപ്പുവരുത്തണം. പ്രോസസ്സ് റോങ് ആണെങ്കിൽ ഈ മെംബ്രെയിൻ ചുമരുമായിട്ട് ബ്ലെൻഡ് ആവില്ല. അപ്പൊ എന്താ സംഭവിക്കുക പറഞ്ഞാൽ ബിഗ് സ്ലാബ് ടൈൽ ഒട്ടിക്കുമ്പോൾ ഈ മെംബ്രെയിന് ചുമരിൽ ഇത് ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ ടൈല് വിട്ടു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ പറയുന്ന ജോയിന്റ്സിലാണ് ലീക്ക് കൂടുതൽ വരിക. അപ്പൊ ഇവിടെ ഒരു 45 GSM-ന്റെ മെഷ് നമ്മൾ 2 ഇഞ്ച് കയറ്റി 2 ഇഞ്ച് താത്തിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ മെഷ് ഫിക്സ് ചെയ്തിട്ട് അത് എന്തിനാ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1 mm ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 2 mm തിക്നെസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 45 GSM-ന്റെ മെഷ് അടിച്ച് കവർ ചെയ്ത് വരുമ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കെമിക്കൽ സ്ട്രെങ്ത് ആയിട്ട് മെംബ്രെയിൻ ഫോം ആയിട്ടില്ല. വാട്ടർ പ്രൂഫ്ഡ് ചെയ്ത സർഫേസിൽ ടൈല് വിരിക്കുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാരണവശാലും ഈ ചെയ്ത മെംബ്രെയിന് ഒരു സ്ക്രാച്ചോ പോറലോ ഏൽപ്പിക്കാൻ പാടില്ല. അത് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാട്ടർ പ്രൂഫ് ചെയ്തതിന് കാര്യമില്ല ഉണ്ടാവും. അത് ഓൾവേസ് നമ്മളത് മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. കാരണം ടൈല് വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ കോർണേഴ്സിലെ മെംബ്രെയിനോ
ഇവിടെ ഒരു ഡ്രില്ലിങ്ങോ ഇവിടെ ചിപ്പിങ്ങോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ടോപ്പ് ടെറസ് ആണ് ഈ വീടിന്റെ 4 ലെയർ ആപ്ലിക്കേഷൻ ആണ്. ഫസ്റ്റ് ഒരു ബോണ്ടിങ് ഏജന്റ് അടിച്ചു, അതിന്റെ മേലേക്ക് ഒരു പോളിമർ കോട്ട് വന്നു, അതിന്റെ മേലേക്ക് എലാസ്റ്റമറിക് ഗോൾഡ് എന്ന് പറയുന്ന BUV-യുടെ 2 ലെയറാണ് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര റിഫ്ലക്ഷൻ ആണ് വെയിലിന്റെ, അതുകൊണ്ടാണ് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ചൂട് നന്നായി കട്ടായിട്ടുണ്ട്. ഇത് ഒരു 5 years വാറണ്ടി ഇല്ല വാട്ടർ പ്രൂഫിംഗ് പ്രോസസ്സാണ്. 5 years കൊണ്ട് നശിച്ചു പോക്കല്ല, 5 years കൊണ്ട് ഈ ടോപ്പ് ലെയർ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഈ ഉള്ളിൽ ചെയ്ത 3 ലെയേഴ്സും സേഫ് ആയി കിടക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വെർട്ടിക്കലേക്ക് വരുന്ന എല്ലാ വാളും നമ്മൾ 4 ലെയർ ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷെ ഇത് സിമെന്റ് ബേസ് ആപ്ലിക്കേഷനാണ് കൊടുത്തത്. പക്ഷെ ഇവിടെ നമ്മൾ എക്കർലിക് ബേസ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. BUV-യുടെ GP എലാസ്റ്റമറിക് ഗോൾഡാണ് കൊടുത്തത്. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് മേലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതിന്റെ മേലേക്ക് പുട്ടി പിടിക്കില്ല. സോ പുട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിമെന്റേഷ്യസ് ലെയർ വെർട്ടിക്കലായിട്ട് വരുന്ന വാളിലേക്ക് കൊടുത്തത്. ഈ എപ്പോഴും വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ സൺഷെയ്ഡ് എസ്പെഷ്യലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വാള് മസ്റ്റായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. കാരണം വെള്ളം സൺഷെയ്ഡിൽ വീണ് ഡയറക്റ്റ് ഹിറ്റ് ഈ വാളിലേക്ക് വരുമ്പോൾ ഒരു കല്ല് ഇൻസൈഡിൽ നിന്ന് വെള്ളം എടുത്തു കഴിഞ്ഞാൽ പാസ് ചെയ്യും. അതായത് ഈ ജിപ്സം സീലിംഗിന്റെ അടിയിലേക്കെല്ലാം വെള്ളം വരുന്നതിന്റെ മെയിൻ റീസൺ. നമ്മൾ വാട്ടർ ടാങ്കിന്റെ ഇൻസൈഡ് ചെയ്ത പോർഷനാണ്. കംപ്ലീറ്റ് മെഷ് വെച്ചിട്ടുണ്ട്. ഇത് കോട്ട് ചെയ്തിരിക്കുന്ന 4 ലെയർ ഫുഡ് ഗ്രേഡ് കോട്ടിംഗ് ആണ്. അപ്പം നമുക്ക് വേറെ വെള്ളം നിറയുന്നതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നും ഇതിന് വരാനില്ല. ബട്ട് എന്നിരുന്നാലും ടൈല് വെച്ച് ഇതിന്റെ മേലെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇത് കംപ്ലീറ്റ്ലി 4 ലെയർ മെഷ് വെച്ചിട്ടുള്ള കോട്ടിംഗ് ആണ് ഇത് മൊത്തം ചെയ്തിട്ടില്ല ടാങ്കിന്റെ ഉള്ളിൽ. നല്ല സോളിഡ് റഫാണിത്. സോ ഇപ്പൊ നമുക്ക് പറയാം, ഈ വീട് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് പ്രൊട്ടക്റ്റഡ് ബൈ BUV കെമിക്കൽസ്. താങ്ക് യു.